എൻ കണ്ണേ കാതലെ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ദി പാർട്ടിസിപ്പന്റ് മിസ്റ്റർ എയ്തൻ റോഷ് ജേക്കബ് തരകൻ. ഒരു നിമിഷം ചുറ്റുമുള്ളൊന്നും കേട്ടില്ല. എയ്തൻ എന്ന ആ പേര് മാത്രം. എയ്തന്റെ കാതലി. ഒപ്പം അവന്റെ ആ വിളിയൂടി ചെവിയിൽ മുഴങ്ങിയതും അവൾ ഞെട്ടി തലയുയർത്തി നോക്കി. ഇത് ഞാൻ പ്രപ്പോസ് ചെയ്ത ചേട്ടനല്ലേടി? ഇവൻ ബോക്സിങ്ങിലുണ്ടോ? ഭാഗ്യം അത്ഭുതത്തോടെ പറഞ്ഞെങ്കിലും പാറൊന്നും കേട്ടിരുന്നില്ല. കണ്ണുകൾ അവനിൽ മാത്രം തറഞ്ഞു നിന്നു. കാണികളെ നോക്കി ചിരിയോടെ വരുന്നവന്റെ കണ്ണുകളും അവളിൽ പതിഞ്ഞതും കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൾക്കായി അവനൊരു ഫ്ലൈയിങ് കിസ് പറത്തിവിട്ടിരുന്നു. എടി പാറു, എയ്തൻ റോഷൻ നല്ല പേര് പറഞ്ഞ് അപ്പൊ നിന്നെ കിസ് ചെയ്ത് ഈ ചേട്ടനാണോ? അടുത്ത നിമിഷം എന്തോർത്ത പോലെ ഭാഗ്യം ഞെട്ടിപ്പിടിഞ്ഞ് പാറുവിനെ നോക്കിയതും അവൾ ഇപ്പോഴും റോഷിനെ നോക്കി പേടിപ്പിക്കുന്ന തിരക്കിലാണ്. റോഷി ചിരിയോടെ പാറുവിനെ നോക്കി സൈറ്റ് അടിച്ച് ഫ്ലൈയിങ് കിസ് പറത്തി വിടുന്ന കണ്ട് അവളുടെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം ആർപ്പോടെ അവന്റെ പേര് വിളിച്ച് കൂവിക്കൊണ്ടിരുന്നു. പാറുവിന്റെ നിൽപ്പ് റോഷിന്റെ കട്ടായങ്ങളും കണ്ടപ്പോൾ തന്നെ അവൻ തന്നെയാണ് ഇവനെന്ന് ഭാഗ്യം ഉറപ്പിച്ച് കഴിഞ്ഞു. പാറു ചുണ്ടുകൾ കൂട്ടി പിറിവിരുത്ത് കേട്ട പോലെ ഒറ്റക്കണ്ണ് മാത്രം തുറന്നു പിടിച്ച് തലയിരിച്ച് അവളെന്ന് ചുഴിഞ്ഞു നോക്കി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻ റിങ്ങിലേക്ക് കയറി. ആദിയും ജോയും കൊച്ചു അവന്റെ പല നോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക തരത്തിലുള്ള നോട്ടം കണ്ട് അവന്റെ കണ്ണുപോയ ഭാഗത്തേക്ക് നോക്കിയതും കാണുന്നത് ഒരു പറ്റം പെൺപിള്ളേരെയാണ്. ഇതിൽ അവൻ നോക്കിയത് ആരെയാണെന്ന് കണ്ടെത്താൻ മഷിയിടേണ്ടി വരുമെന്നുകൊണ്ട് തന്നെ അവർ മൂന്നുപേരും അതൊക്കെ വിട്ട് റിങ്ങിലേക്ക് തന്നെ നോട്ടം മാറ്റി. ഒരു കോഴിക്കുട്ടനാണെങ്കിലും എന്തൊരു ഇടിയാടിയാ ചേട്ടനടിക്കുന്നത്. റിങ്ങിൽ തന്റെ എതിരാളിയെ നിഷ്പ്രയാസം ഇടിച്ച് തോൽപ്പിക്കുന്ന റോഷിനെ കണ്ട് ഭാഗ്യം പറഞ്ഞതും പാറുവളെ കടുപ്പിച്ച് നോക്കി. സോറി മോളെ, നീ വേറെ മൂഡിലാണല്ലേ, യു കണ്ടിന്യൂ. പാറുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൾ വേഗം റോഷിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. അധികം താമസിയാതെ തന്നെ റോഷി ജയിച്ചുള്ള ആർപ്പുവിളി അവിടെ ഉയർന്നു. ഭാഗ്യവും തുള്ളിച്ചാടി അവന് വേണ്ടി കൂവുന്ന കണ്ട് പാറുവോടെ പുറത്തിനിട്ട് ഒരു കുത്തുകൊടുത്തു. 4-5 റൗണ്ടുകൾ പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. റിങ്ങിൽ നിന്നിറങ്ങിയ റോഷിനെ കാണാൻ പാറുവിന് പിന്നെ കഴിഞ്ഞില്ല. ഫൈനൽ റൗണ്ടിൽ 2 പേരാണ് സെലക്റ്റായി വന്നിരിക്കുന്നത്. സർവോപരി അതിലൊരാൾ ആദും, മറ്റേത് റോഷും തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു ആവേശത്തോടെ കാത്തിരുന്ന ഫൈനൽ റൗണ്ട്. ഭാഗ്യം പാറുവിനെയും വലിച്ച് മുന്നിൽ തന്നെ പോയി നിന്നു. കാണികളിൽ റോഷിനേക്കാളും മുമ്പിൽ ആദം എന്ന നാമമാണ് അവിടെ ഉയർന്നു കേട്ടത്. അതോടെ മുഖമീർപ്പിച്ചിരുന്ന പാറു ആവേശത്തോടെ റിങ്ങിലേക്ക് നോക്കി. സൈറൺ മുഴങ്ങുന്നതിന് മുന്നേ റോഷി ഇടം കണ്ടിട്ട് പാറുവിനെ നോക്കിയതും ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. അതേസമയം ആദത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷം പാറുവിൽ തട്ടിപ്പോയിരുന്നു. മത്സരം തുടങ്ങാനുള്ള സമയം അടുക്കുംതോറും രണ്ടുപേരുടെയും മുഖം പോരുകോഴികളെ പോലെ മുറുകി. സൈറൺ മുഴങ്ങിയതും ആദ്യത്തിന് നേരെ റോഷി തന്റെ ആദ്യത്തെ പഞ്ചിങ് നടത്തിയെങ്കിലും വിദഗ്ധമായി തന്നെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി തിരിച്ച് അവനെ പഞ്ച് ചെയ്തിരുന്നു. വേദനയിൽ റോഷിന്റെ മുഖമൊന്ന് ചുളിഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവന്റെ പഞ്ച് ആദ്യത്തിന് ഏറ്റു. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് മത്സരം മുറുകിക്കൊണ്ടിരുന്നു. ആർപ്പുവിളികൾ ഉയർന്നിരുന്ന സ്റ്റേഡിയത്തിൽ മത്സരം അവസാന ഘട്ടത്തിലേക്ക് പോകുന്തോറും രണ്ടുപേരും ഒന്നിനൊന്ന് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആര് ജയിക്കുമെന്ന ആകാംക്ഷ അവിടെ ആകെ നിശബ്ദമായി മാറി. ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങളും അടിയും ഒച്ചയും മാത്രം അവിടെ മുഴങ്ങിക്കേറുന്നു. ഓരോ പ്രാവശ്യം ഇടിക്കുമ്പോഴും കൊള്ളുമ്പോഴും അവരുടെ മുഖം വേദനയിൽ ചുളുങ്ങുന്നുണ്ടായിരുന്നു. ആദിയും ജോയും കൊച്ചും റോഷിനെ കണ്ണും ചുരുക്കി നോക്കി നിൽക്കുകയാണ്. ഇത്രയും നേരം തല്ലും കൊണ്ട് അവൻ നിൽക്കില്ല. ഒന്നില്ലെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട് വരേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ ആദ്യം ആലോചിച്ചു കഴിഞ്ഞില്ല. വയറ്റിലേക്ക് ആദത്തിന്റെ ഒരു പഞ്ച് കിട്ടിയതും റോഷിന്റെ മുഖം മാറി. ചുണ്ടിൽ കൂട്ടമായ ചിരിക്കൊപ്പം അവന്റെ കവിളിൽ നുണക്കുഴി ആഴത്തിൽ തെളിഞ്ഞു. കണ്ണുകളിൽ നിറഞ്ഞ കൗശലത്തോടെ അവൻ ആദത്തിനെ നോക്കി ചിരിച്ചു. അവന്റെ ചിരിയുടെ അർത്ഥം മനസ്സിലായ രണ്ടുപേരും അപ്പോഴേക്ക് റിങ്ങിന്റെ അടുത്തേക്ക് പാഞ്ഞിരുന്നു. അവൻ മൂച്ചിപ്പാറ് ഭാഗ്യം പാത്താരെ തിരിയും, അവൻ എന്തുവാ തിരുട്ട് തരം പണ്ണ പോറേൻ. റോഷിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് പാറു പറഞ്ഞു നിർത്തിയത് ആദ്യത്തിന്റെ തലയിലൂടെ കൈയിട്ട് പിടിച്ച് കുനിച്ച് മലർത്തിയടിക്കാൻ തുടങ്ങിയ റോഷിനെ കണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. കൊച്ചു നോ! അലക്സിന്റെ വിളി വരുന്നതിനൊപ്പം ആദ്യം അലക്സ് ആദ്യത്തിന് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ പെട്ടെന്ന് പിടിച്ചു മാറ്റിയതും അവന്റെ കയ്യിൽ നിന്ന് ഊർന്നുപോയ ആദം അടുത്ത നിമിഷം അവന് നേരെ ചീറിക്കൊണ്ട് റോഷിനെ ശക്തിയിൽ നെഞ്ചിൽ പിടിച്ച് തള്ളി. നിന്റെ ഒരു മാതിരി മറ്റേടത്ത സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ, ബോക്സിംഗ് അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് വേണം കളിക്കാൻ, അല്ലാതെ നിന്റെ വല്യപ്പച്ചന്റെ ഗുസ്തിയും കൊണ്ട് ഇറങ്ങിയാലുണ്ടല്ലോ മോനെ റോഷേ. താക്കീതോടെ അവൻ പറഞ്ഞു നിർത്തിയതും ഇറങ്ങിയാ നീ എന്നാ ചെയ്യൂടാ, എന്നാ ചെയ്യുന്നു? അവൻ പറഞ്ഞു നിർത്തിയ അതേ ടോണിൽ റോഷി തിരിച്ചു അവന് നേരെ ചീറിച്ചെന്നു. ആദവും കൈയും പൊക്കി അവന് നേർക്ക് വന്നിരുന്നു. എന്നാൽ ഒരു തല്ലുണ്ടാകുന്നതിന് മുന്നേ റോഷിനെ ആദ്യം അലക്സും പിടിച്ചു മാറ്റിയതും ആദ്യത്തിന് വിച്ചുവും കിരണും പിടിച്ചു മാറ്റിയിരുന്നു. കൊച്ചു നിന്നോട് അടങ്ങി നിൽക്കാനാണ് പറഞ്ഞു. അവൻ പറഞ്ഞില്ല എന്നതാ തെറ്റ്, വേണ്ടാതിനും കാണിച്ചിട്ട് ന്യായം പറയുന്നോ? കയ്യിൽ കിടന്ന് കുതിർന്ന റോഷിനെ പിന്നോട്ട് വലിച്ചു മാറ്റി അലക്സിന്റെ ശബ്ദം ഉയർന്നു. പിന്നെ അവൻ അനങ്ങിയില്ല. ഐ എം സോറി ആദം, അവന് വേണ്ടി ഞാൻ നിന്നോട് ചേട്ടായി. അലക്സ് ആദത്തിനോട് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ റോഷ അമർഷത്തോടെ വിളിച്ചു. മിണ്ടരുത് നീ, ബാക്കിന് വീട്ടിൽ ചെന്നിട്ട്. അലക്സിന്റെ പല്ലിയടിച്ചുള്ള പറച്ചിലിൽ അവന്റെ വാ പിന്നെയും അടഞ്ഞു.
ആദ്യം അവനെ നിൽപ്പ് കണ്ടി ചിരി കടിച്ചു പിടിച്ചിറക്കി. ഇവന്റെ ഈ തെമ്മാടിത്തരത്തിന്റെ പേരിൽ അലക്സി ചായൻ എന്നോട് മാപ്പറേണ്ട ആവശ്യമൊന്നുമില്ല. ആദം പറഞ്ഞതും റോഷ് അതിനെ പൂച്ചേച്ച് ചുണ്ടുകൊട്ടി. ഞാൻ അപ്പോഴേ അലക്സാറിനോട് പറഞ്ഞല്ലേ റോഷിനെ ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കരുതെന്ന്. എല്ലാം കുട്ടിക്കളിയവന്. മാച്ചിനെ അതിന്റെ സീരിയസ്നെസ്സിൽ കാണാതെ എല്ലാവരും എത്ര ടൈമായി വേസ്റ്റ് ആക്കിയത്. ഇപ്പൊ തന്നെ ആദ്യം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. ദേവൻ സാറ് ചോദിച്ചതിന് ഉത്തരമില്ലാതെ അലക്സ് നിന്നു. അതിനൊന്നും പറ്റിയില്ലല്ലോ, അല്ലെങ്കിലും ഞാനിവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. റോഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞതേ. കണ്ടോ സാർ, ഇപ്പോഴും അവന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. കൊച്ചു അലക്സ് അവനെന്ന് വിളിച്ചതേ റോഷി ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ച് ഇനിയൊന്നും മിണ്ടില്ലെന്ന പോലെ തലകുനിച്ച് നിന്നു. ആദമടക്കം ആദിയും കൊച്ചുവും ജോയും ഒരു നിമിഷം അവന്റെ നിൽപ്പിൽ ചുണ്ടിൽ വന്ന ചിരി മുഖം ചെരിച്ച് മറച്ചു. പാറുവന്റെ നിൽപ്പിനെ കണ്ണുറുക്കി ചുഴിഞ്ഞു നോക്കി. സോറി സാർ, ഇനി ഇവന് വേണ്ടി ഒന്നിനും ഞാൻ വരില്ല. വാള പറയിലും തലകുനിച്ച് നിൽക്കുന്ന റോഷിനെ പിടിച്ചെള്ളി അലക്സ് റിങ്ങിൽ നിന്ന് ഇറങ്ങി. അവർക്ക് പിറകെ ആദി. അപ്പോഴേക്ക് റോഷ് മത്സരത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ വിന്നറായി ദേവൻ സാർ അനൗൺസ് ചെയ്തും സ്റ്റേഡിയത്തിൽ വീണ്ടും ആർപ്പുവിളി ഉയർന്നിരുന്നു. അലക്സ് സാറിന്റെ അനിയനാണല്ലേ റോഷിച്ചൻ? യാറ്? പാറു അവളെ കണ്ണൂർക്ക് നോക്കിയതും. അല്ല, ഇച്ചായമാരല്ലേ? അപ്പൊ റോഷിച്ചൻ? ഭാഗ്യ അവളെ നോക്കി വെളുക്കനെ ചിരിച്ചു. അവളെ നോക്കി പല്ലുകടിച്ചു പാറു തിരിഞ്ഞതും അലക്സിന്റെ പിന്നാലെ ആദിയുടെ തോളിൽ കൈയിട്ട് പോകുന്നവന്റെ നോട്ടവും അവളിൽ തറഞ്ഞു നിന്നതേ. ചുണ്ടു കൂർപ്പിച്ച ഒരു ഉമ്മ കൂടി അവൻ പറത്തിവിട്ടതും പാറുവിന്റെ കണ്ണു തള്ളിയിരുന്നു. പൊറുക്കി റാസ്കൽ. ചുണ്ടുകൾ മന്ത്രിക്കുന്നതിനൊപ്പം അവൾ കരിയിൽ തറയിൽ ആഞ്ഞി ചവിട്ടി. പെട്ടെന്ന് കേട്ട ഹോണിന്റെ ഒച്ചയോടൊപ്പം റോഷ് വണ്ടി വെട്ടിച്ചതും ഓർമ്മകളിലായിരുന്ന പാറു ഞെട്ടിയെഴുന്നേറ്റു. സ്ഥലകാലബോധമില്ലാതെ അവൾ ചുറ്റും നോക്കിയതും ഒരു വലിയ ഗേറ്റ് കടന്ന ഇതിന്റെ താറ് ഉള്ളിലേക്ക് കയറിയിരുന്നു. എങ്ങടാ വന്നിരിക്കുന്നത്? മുന്നിൽ കാണുന്ന ഇരുനില കൊട്ടാര സദൃശ്യമായ വീട്ടിലേക്ക് പാറു മെഴിച്ചു നോക്കി. നമ്മുടെ വീട്ടിലേക്ക്. ചിരിയോടെ ഈതൻ മറുപടിയും കൊടുത്തു. വീട് മുന്നിൽ അവരെ കാത്തുന്ന പോലെ എല്ലാവരും നിൽപ്പുണ്ട്. ഗൗരവത്തോടെയും ആദ്യയോടെയും നിൽക്കുന്ന എല്ലാ മുഖങ്ങളിലൂടെയും കണ്ണുകൾ ഓടിച്ച് ഒരു മുഖത്തിൽ മാത്രമായി റോഷിന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അടുത്ത നിമിഷം കള്ളച്ചിരിയോടെ വണ്ടി നിർത്തിയിട്ട് അവൻ സ്റ്റെയറിംഗിൽ താളം പിടിച്ച് പാറുവിനെ നോക്കിയതും മുന്നിലുള്ള ആൾക്കാരെ നോക്കി കണ്ണും മിഴിച്ചിരിപ്പാണ് പെണ്ണ്. എന്റെ പാർക്കൊച്ചെ, നീ എന്നാത്തിനെങ്ങനെ മിഴിച്ചു നോക്കുന്നത്? അവരൊന്നും ചെയ്യല നിന്റെ ഇച്ചാനലടി കൊച്ചെ പറയുന്നേ. പറയിലും അവിടെ താടിയിൽ പിടിച്ച് അവനൊന്ന് കൊഞ്ചിച്ചതും ഞൊടിയിടയിൽ അവന്റെ കൈ പാറു കലിയോടെ തട്ടി മാറ്റിയിരുന്നു. കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് പാർക്കൊച്ചിന്. തട്ടിമാറ്റി അതേ വേഗതയിൽ അവൾ ഇടുപ്പിലൂടെ ചുറ്റി അവൻ അടുത്തേക്ക് ചേർത്തിരുത്തി. പൊറുക്കി. പാറുവിന്റെ നഖം അവന്റെ വിരലുകളിൽ പോറൽ വീഴ്ത്തി ആഴ്ന്നിറങ്ങിയിരുന്നു. വേണ്ട വേണ്ട, വിട്ടുപിടി. മേലെ നൊന്താൽ എന്റെ സ്വഭാവം മാറും നിനക്ക് അറിയാലോ. വല്ലാത്തൊരു ചിരിയോടാൻ പറഞ്ഞു നിർത്തിയതും പാറുവിനെ തുറിച്ചു നോക്കി. ഇനി എന്റെ പാർക്കൊച്ച് അങ്ങോട്ട് നോക്കി. ഈ ചായൻ അവരേക്കൊന്ന് പരിചയപ്പെടുത്തരാം. അവളുടെ പീടിയാഞ്ഞതും പെണ്ണിന്റെ മുഖം പിടിച്ച് അവൻ മുന്നിലേക്ക് തിരിച്ചു. ദേ, ആ ഇല്ലാത്ത മസിലും പെരുപ്പിച്ച് തലയുയർത്തി നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് എന്റെ വല്യപ്പച്ചൻ ഔസേപ്പ് തരകൻ, ഞങ്ങളുടെ ഫാമിലിയുടെ നെടുന്തൂൺ, എന്റെ ഗുസ്തിയുടെ ഗുരു. കോളേജിൽ വെച്ച് നീ ഒരു പ്രാവശ്യം കാലം കണ്ടു കാണും. ആളുടെ തൊട്ടടുത്ത് ചട്ടയും മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന തനി പാലക്കാരി അച്ചായത്തിയ എന്റെ വല്യമ്മച്ചി മേരി തരകൻ. ആ 6 അടി പൊക്കത്തിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ആളാ അപ്പച്ചൻ ജേക്കബ് തരകൻ. തൊട്ടടുത്ത് മുഖവും വീർപ്പിച്ച് നിൽക്കുന്നത് എന്റെ സുന്ദരി അമ്മച്ചി ആനി ജേക്കബ് തരകൻ. പിന്നെ ചേട്ടായി അലക്സാണ്ടി ജേക്കബ് തരകൻ. ആള് നിനക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടായിയുടെ അടുത്ത് നിൽക്കുന്ന ആളെ കണ്ടോ? എന്റെ ചേർത്തിയ സാറ അലക്സ് തരകൻ. പറഞ്ഞിരുത്തി പാറുവിനെ നോക്കിയതും ഇപ്പോഴും അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണ്. ഇങ്ങനെ നോക്കാതടി പെണ്ണേ. എല്ലാവരെയും നിനക്ക് പരിചയപ്പെടുത്തി തന്നില്ലെങ്കിൽ ഈ ചായനല്ലേടി അതിന്റെ മോശം. കണ്ണിറുക്കി കളിയോടാവും പറഞ്ഞതും. കൊച്ചുമോനെ വിളിച്ചുകൊണ്ട് വർക്കിച്ചൻ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. നീ എന്നാ പണിയാടാ കാണിച്ചത് കൊച്ചുമോനെ? ഇത്ര നേരം എവിടെയായിരുന്നു? നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ജേക്കബ് കുഞ്ഞു ഔസേപ്പച്ചൻ എന്നെ പറയാത്തതായിട്ടൊന്നും ബാക്കിയില്ല. വർഗീച്ചനോട് ആര് പറഞ്ഞു? എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ. ഞാൻ വന്നിട്ടെല്ലാം പറയായിരുന്നു. വലിയ കാര്യത്തിൽ അയാളോട് അവൻ പറഞ്ഞു നിർത്തിയതും താറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നവനെ കണ്ട് കലിയോടെ ജേക്കബ് അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ, വർക്കി, നീ ഇങ്ങോട്ട് മാറിക്കടാ. ഈ തലതെറിച്ചവനോട് ഞാൻ സംസാരിച്ചോളാം. അയാളെ തടഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി പടിയിറങ്ങി വരുന്ന ഔസേപ്പിനെ കണ്ട് വർക്കിച്ചൻ പെട്ടെന്ന് മാറിക്കൊടുത്തു. പാറു ഒരു നിമിഷം വലിയപ്പച്ചന്റെ വരവ് കൊണ്ട് ഒന്ന് ഭയന്നു പോയിരുന്നു. എയ്തൻ ഒരു നിമിഷം അയാളുടെ വരവ് നോക്കി പെട്ടെന്ന് മുഖം വെട്ടിച്ചു മാറ്റി. ഇത്രയായിട്ട് ഇതിന്റെ ഉള്ളിൽ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മേലടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ കഴിവേറി. പറയില്ല അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അയാൾ പുറത്തേക്ക് വലിച്ചു. വലിയപ്പച്ച ഓറാക്കി ചളാക്കല്ലേ? എയ്തൻ ചുണ്ടുകൾക്കിടയിലിട്ട് പിറുവിറുത്തുകൊണ്ട് അയാളെ നോക്കി. എന്നെ കൊണ്ട് നീ അധികമൊന്നും പറയിപ്പിക്കരുത്. നീ എന്നോട് എന്നാ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്? എന്നിട്ട് ഈ കൊച്ചിനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്റെ അഭിനയം ഓവറാണത്രേ.
അയാൾ അവന് കേൾക്കാൻ പാകത്തിന് ചുണ്ടുകൾ ചലിപ്പിച്ചു. വൻ സീനായോ മിസ്റ്റർ ഔസേബ് തരകൻ? സീനായോന്നോ? നിന്റെ തന്ത എന്റെ മോന്നിക്കണ നിപ്പണ്ട. വർക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യും കാലും അവൻ തല്ലി ഓടിച്ചേനെ. അലക്സ് ഊട്ടിയും സാറമോളും അവനെ ഒരു വിധത്തിൽ ആ സമയം പിടിച്ചിരുത്തിയത്. പിന്നെ നിന്റെ അമ്മച്ചിയുടെ വല്യമ്മച്ചിയുടെ കാര്യമൊന്നും പറയേ വേണ്ട. അതുകൊണ്ട് മിണ്ടാതെ ഇറങ്ങടാ. ആ ലാസ്റ്റ് ഡയലോഗ് ഇറങ്ങടാ എന്നുള്ള മാത്രം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവന് വണ്ടിയിൽ നിന്ന് വലിച്ച് മുറ്റത്തേക്ക് ഇറക്കി. പാറുവാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ നടന്നെന്നറിയാതെ വല്യപ്പച്ചനെ അവനെയും മാറി മാറി നോക്കി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണ കൊച്ചേ, എങ്ങോട്ട് ഇറങ്ങി വാ. ദേഷ്യത്തിൽ തന്നെയാണ് പാറുവിനോട് പറഞ്ഞെങ്കിലും ആരും കാണാതെയുള്ള ഔസേപ്പിന്റെ കണ്ണിറുക്കൽ കണ്ട് ആ സാഹചര്യത്തിലും പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ച് പാറുവും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. എന്നതാടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? കുടുംബത്തിന്റെ മാനം കളഞ്ഞു വന്ന് നിൽക്കുന്ന കണ്ടോ സാത്താന്റെ സന്തതി? വല്യപ്പച്ചൻ പറഞ്ഞുകൊണ്ട് എയ്തന്റെ കവിളിനിട്ടൊരു കുത്തുകൊടുത്തും അത് കേട്ട് അലക്സും സാറേയും മുഷ്ടിയുട്ടി പിടിച്ച് നിൽക്കുന്ന ജേക്കബിനെ നോക്കി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു. വല്യപ്പച്ച എയ്തൻ നീട്ടിയൊന്ന് വിളിച്ചതും അമളി പറ്റിയ പോലെ അയാൾ നാക്കടിച്ചു. വിളിക്കരുത് നീ എന്നെ. നീ ചെയ്തു വെച്ച കാര്യങ്ങൾക്കെല്ലാം ഇപ്പൊ നിന്റെ മോന്ത കിട്ടും തന്ന് ഇവിടുന്ന് ഇറക്കി വിടാ വേണ്ട. പിന്നെ ഈ പെങ്കൊച്ചിനോർത്താ ഞാനത് ചെയ്യാത്തെ. അപ്പോഴേക്ക് അടവ് മാറ്റി വല്യപ്പച്ചൻ പുരികം പൊക്കി എങ്ങനെയുണ്ടെന്ന രീതിയിൽ അവനെ നോക്കിയതും അവനൊന്ന് പൂച്ചിച്ച് മുഖം തിരിച്ചു. പോടാ. ചുണ്ടനയ്ക്ക് അവനെ നോക്കി പിറുവിറുത്തുണ്ട്. മേരിക്കുട്ടി. വല്യമ്മച്ചിയെ നോക്കി ഔസേപ്പ് നീട്ടി വിളിച്ചു. നീ കണ്ടില്ലേടി നമ്മളെ കൊച്ചു ചെയ്തു വെച്ചിരിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഇല്ലാത്ത കണ്ണീർ അയാൾ തുടച്ചു മാറ്റി എയ്തനെ കണ്ണു കാണിച്ചു. എന്നോട് ക്ഷമിച്ചേരും വല്യപ്പച്ച, വേറൊരു മാർഗം ഇല്ലാത്തോണ്ടാ. എനിക്ക് അത്രക്ക് ഇഷ്ടമായി കൊച്ചിന്. ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ. അവനും അഭിനയിച്ച് തകർത്തു. നീ ഒന്നും പറയണ്ടടാ. നിന്റെ അമ്മച്ചിക്കും വല്യമ്മച്ചിക്കും നിന്റെ കല്യാണത്തിനെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടെന്ന് അറിയാവടാ നിനക്ക്. എല്ലാം തകർത്തില്ലേ ഇപ്പോ? വല്യപ്പച്ചൻ വികാരഭരിതനായി. ഞാൻ എന്നാ തകർത്തെന്നാ വല്യപ്പച്ച പറയുന്നത്? രജിസ്റ്റർ മാരേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവരുടെ ആഗ്രഹപ്രകാരം ഇനി കല്യാണമൊക്കെ നമുക്ക് ആർഭാടായിട്ട് നടത്താലോ. സമയം കിടക്കല്ലേ. എത്ര പ്രാവശ്യമാണെങ്കിലും ഇവളെ തന്നെ കേട്ട എനിക്കൊരു മടിയും ഇല്ലായേ. നിർത്താത്ത എമ്മാടി തോന്നിയാസം കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോടാ ആദിക പ്രസംഗി. അവൻ പറഞ്ഞു നിർത്തിയതേ മേരിക്കുട്ടി ചവിട്ടി തുള്ളി മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്തായാലും ഇത്രയിടം വരെ ആയ സ്ഥിതിക്ക് നോക്കി നിൽക്കാണ്ട് അവനെ മുഖത്തൊന്ന് പൊട്ടിച്ച് ആ പെങ്കുച്ചിനെ മെഴുകുതിരി കൊടുത്ത് വീട്ടിലേക്ക് അയറ്റാൻ നോക്ക് മേരി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഓരോ സന്തതികള്. വല്യമ്മച്ചി ഏറ്റുപിടിച്ച് പ്രശ്നം അവസാനിപ്പിച്ചെന്ന പോലെ വല്യപ്പച്ചൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരും അയാളൊന്ന് ചുഴിഞ്ഞു നോക്കി. കഴിഞ്ഞോ വല്യപ്പച്ചനെയും കൊച്ചുമോനെയും നാടകാഭിനയൊക്കെ? ജേക്കബിന്റെ ശബ്ദം അവിടെ ഉയർന്നു. വല്യപ്പച്ചൻ ദാറ്റ് റാഞ്ചിറാവ് സ്പീക്കിങ്ങിലെ മുണ്ടുപോയ ഇന്നസെന്റ് ലുക്കിൽ അയാളെ നോക്കി തലകുനിച്ചു. അപ്പോഴേക്കും ജേക്കബ് റോഷിന്റെ അടുത്തെത്തിയിരുന്നു. നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്തിട്ടൊന്നല്ല ഞാനീ പറയുന്നത്. ദേ ഈ പെങ്കൊച്ചിനെ ഓർത്താ. എന്തൊക്കെയായാലും നിന്റെ ഭാര്യയാണ് അവളിപ്പോ. എനിക്കുണ്ടല്ലോ ഇതുപോലൊരു മകള്. അല്ലാതെ നിന്റെ അപ്പച്ചന്റെയും മാരക അഭിനയം കണ്ടിട്ടൊന്നല്ല നിങ്ങളിവിടുന്ന് ഞാൻ ഇറക്കിവിടാത്തേ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പാറുവിനെ നോക്കി ജേക്കബ് പറഞ്ഞു നിർത്തിയതും റോഷു ഒന്നും മിണ്ടിയില്ല. അത് നീ പറഞ്ഞ നേരാടാ മോനെ. ഇത് ഞാൻ വിചാരിച്ചേക്കുന്നതേ ഈ കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ വെള്ളം തൊടാ വിശ്വസിച്ചു എന്നാ. എനിക്ക് തോന്നി ഇവന് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഇത് ഞാനും പങ്കുണ്ടെന്നാ. മേരിക്കുട്ടി അനാവശ്യം പറയരുത്. ഇവൻ ഈ പെങ്കുച്ചിന്റെ പുറകെ നടന്നതിന് കൂട്ടി നിന്നല്ലാതെ ഇതിൽ എനിക്കൊരു പങ്കുമില്ല. കർത്താവാണ് സത്യം. വല്യപ്പച്ചൻ ആണിട്ട് പറഞ്ഞത്. മതി മതി സത്യം പറച്ചിലൊക്കെ. സാറേ മോള് നീ പോയി മെഴുകുതിരി എത്തിച്ചുകൊണ്ടുവന്നേ. ജേക്കബ് പറഞ്ഞു. സാർ അലക്സിനെ നോക്കി പെട്ടെന്ന് അകത്തേക്ക് പോയി. അങ്ങോട്ട് മാറി നിൽക്ക് മനുഷ്യ, കൊച്ചു വായോ. മുന്നിൽ നിൽക്കുന്ന ഔസേപ്പിനെ തട്ടിമാറ്റി പാറുവിന്റെ കൈ പിടിച്ച് മേരിക്കുട്ടി വീട്ടുമുറ്റത്തേക്ക് നടന്നു. വേറൊരു നിവൃത്തിയില്ലാത്ത കൊണ്ട് അവളവരുടെ പിറകെ അങ്ങോട്ട് നടന്നു. അവരുടെ വരവ് കണ്ട് ദേഷ്യത്തിൽ അകത്തേക്ക് കയറാൻ തുടങ്ങിയ ആനിയമ്മയെ അലക്സ് പെട്ടെന്ന് പിടിച്ചു നിർത്തി. അപ്പോഴേക്കും സാറ് മെഴുകുതിരിയുമായി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. ആനി, നീ മെഴുകുതിരി വാങ്ങിച്ച് മോളുടെ കയ്യിലേക്ക് കൊടുക്ക്. വല്യമ്മച്ചി പറഞ്ഞതും വാങ്ങാതെ മുഖം കടുപ്പിച്ചെന്ന ആനി ജേക്കബിന്റെ കണ്ണുകൊണ്ടുള്ള ആജ്ഞയ്ക്കൊപ്പം റോഷിന്റെ മുഖത്തെ ദയനീയ ഭാവത്തോടെ ഒന്ന് കൊടുക്കാമച്ചി എന്ന നോട്ടം കൂടിയായതും ഇഷ്ടക്കേടുണ്ടെങ്കിലും സാറയുടെ കയ്യിൽ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് നെറ്റിയിൽ കുരിശും വരച്ച് പാറുവിനെ അവർ വീട്ടിലേക്ക് കയറ്റി. എന്നതാ മോളുടെ പേര്? പ്രഭൂതി സുബ്രഹ്മണ്യ അയ്യർ. കർത്താവിന്റെ രൂപക്കൂടിന് മുമ്പിൽ മെഴുകുതിരി വെച്ച് പാറു തിരിഞ്ഞതും വല്യമ്മച്ചിയുടെ ചോദ്യത്തിന് പ്രകൽക്കുന്ന റോഷിനെ നോക്കി അവൾ അവർക്ക് മറുപടി നൽകി. അവളുടെ മറുപടിയിൽ ഒരു നിമിഷം അവിടമാകെ നിശബ്ദമായി. നിമിഷങ്ങൾക്കകം അടുത്തുണ്ടായിരുന്ന ചേർന്ന ശബ്ദത്തോടെ തട്ടിമാറ്റി ആനിയമ്മ ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് പോയതും എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. അത് കണ്ട് ചുണ്ടു പിളർത്തി എയ്തൻ സാറേയും അലക്സിനെയും നോക്കിയതും രണ്ടുപേരും അവനെ കണ്ണുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു. എന്നതായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് നമുക്ക് അച്ഛനെ കണ്ട് സംസാരിച്ച് പള്ളിയിൽ വെച്ച് ഇവിടെ കെട്ടങ്ങ് നടത്തിയേക്കാം. അല്ലേടാ ജോബി മോനെ? ഒരു തീരുമാനം എന്ന പോലെ പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചി ജേക്കബിന് നേരെ തിരിഞ്ഞതും. അത് നീ പറഞ്ഞ നേരാ മേരിക്കുട്ടി.
ഇവരുടെ രജിസ്റ്റർ മാരേജ് മാത്രമല്ലേ കഴിഞ്ഞത്. പള്ളിയിൽ വെച്ച് ഈ കൊച്ചിന്റെ കഴുത്തിൽ ഇവന്റെ മിന്നി വീഴണം. അതാ നമ്മുടെ കുടുംബത്തിനും അന്തസ്. വലിയച്ഛനിടയിൽ കയറിയത് അവരയാളൊന്ന് ചുഴിഞ്ഞു നോക്കി. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിക്കാം അമ്മച്ചി, എന്നിട്ട് തീരുമാനിക്കാം കല്യാണം. അതും പറഞ്ഞ് ഇതിനൊന്നുകൂടി അമർത്തി നോക്കി ജേക്കബ് മുറിയിലേക്ക് പോയത് ചുണ്ടെന്ന് കൂട്ടി അവൻ മുഖം തിരിച്ചിരുന്നു. നിങ്ങൾ എതുക്കിപ്പോ ഇപ്പടിയെല്ലാം പേசுறேன்? ഇത് ഒരു ആക്സിഡന്റ് മാരേജ് താൻ. എനിക്കിവനെ പിടിക്കവേ പിടിക്കാതെ. അപ്പടിനാ ഞാൻ എങ്ങനെ இந்த മാരേജ് ഒത്തുക്കും? ഇത്രയും നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതിരുന്ന പാറു കല്യാണം എന്ന് കേട്ടതേ ബോധം വന്ന പോലെ അവിടെ ശബ്ദമുയർത്തിയതും വല്യമ്മച്ചി കണ്ണും മിഴിച്ച് അവിടെ നോക്കി. മോളി തന്നെതായി പറയുന്നേ, ഞങ്ങളുടെ കൊച്ചുവിനപ്പം മോൾക്ക് ഇഷ്ടമല്ലേ? ഇവൻ കൊച്ചുവല്ല പാട്ടി, പൊറുക്കി റാസ്കൽ. ഇവനെനിക്ക് ഇഷ്ടമല്ല. പൊറുക്കി നിന്റെ കണ്ണു കൂർപ്പിച്ചുള്ള അവിടെ പറച്ചിൽ കേട്ട് ചുണ്ടുകൾക്കിടയിലിട്ട് ഈതൻ പല്ല് കടിച്ചു പിറുപിറുത്തു. കെട്ടിയോൻ സാറാ അവൻ പറഞ്ഞതിന്റെ ബാക്കി പൂർത്തിയാക്കിയതേ. സാറു എയ്തൻ അവളൊന്ന് നീട്ടി വിളിച്ചു. അയ്യോ മോളെ, അവനെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നെഴുതി അവനെ ഇഷ്ടമല്ലേ എന്നൊന്ന് ചോദിച്ചതിന് ഇവളെ പട്ടിന്ന് വിളിക്കണ്ടായിരുന്നു. വലിയപ്പച്ചൻ സീരിയസ് ആയി പറഞ്ഞതും, അയ്യോ ഞാൻ അപ്പടി സൊല്ലല്ലേ താത്ത, നാം അത് പാട്ടിന്ന് കൂപ്പിട്ടെ, അല്ലാതെ പട്ടിയല്ല. പാട്ടിന്ന് പറഞ്ഞ മുത്തശ്ശി. പാറു പെട്ടെന്ന് തന്നെ തിരുത്തി കൊടുത്തു. ഓ അതായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു മോൾ ഇവരോടുള്ള ദേഷ്യത്തിന് ഇവളെ. ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത്. ഒന്ന് മിണ്ടാണ്ട് നിൽക്കോ മനുഷ്യ. മേരിക്കുട്ടി കണ്ണുരുട്ടി നോക്കിയതും വലിയപ്പച്ചൻ ചിരി നിർത്തിയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് തന്നെ വേണം ഇങ്ങോട്ടൊരു ഓഞ്ഞ തമാശ. ഷർട്ടിന്റെ കൈ മടക്കി വലിയപ്പച്ചന്റെ അടുത്തേക്ക് പോകാൻ നിന്ന റോഷിന്റെ കയ്യിൽ പെട്ടെന്നാണ് അലക്സിന്റെ പിടി വീണത്. എന്നതാടാ പാറു പറഞ്ഞതിന്റെ അർത്ഥം? നിന്നെ അവൾക്ക് ഇപ്പോഴും ഇഷ്ടമല്ല? ചുമ്മാതാ ചേട്ടായി, അവൾക്ക് എന്നെ പെരുത്ത് ഇഷ്ടമാണ്. ഇതൊരു ചെറിയ സൗന്ദര്യ പിണക്കം. കണ്ണിറുക്കി കള്ളച്ചിരിയോടാൻ പറഞ്ഞതേ അലക്സിന് ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു. യോ ഇവൻ പോയിതാ சொல்றேன் സാർ. உங்களுக்கு எல்லாருக்கும் ஒரு காரியம் தெரியுமா? என்னோட அப்பாவும் அம்மாவும் நான் சின்ன குழந்தை ஆயிருந்தப்படி இறந்து போயிட்டார். அந்த நாள் தொடங்கி என் அம்பு மாமா தான் அவ்வளோ பாசம் என்னை பார்த்துக்கிறேன். அவரை ഞാൻ അപ്പാൻ താ കൂപ്പിടുത്. എൻ റുക്കുമ്മയും പാട്ടിയും അപ്പാവൊക്കെ ആയിട്ട് ரொம்ப ഹാപ്പി ആയിരുന്നേ. ഞാൻ എൻ മാമാ പയ്യൻ വിനുവണ്ണായിട്ട് തീരുമാനം ഉറപ്പിച്ചു വെച്ചിരുന്നേ. ആന ഇവൻ കാരണം എല്ലാമേ പോച്ച്. அவங்க എല്ലാവരും എന്നെ വെറുത്തിട്ടാൻ. ഉന്നെ കാണുന്ന പോലെ അപ്പാവുക്ക് ഇപ്പൊ പിടിക്കലേ. എല്ലാവരും ചേർന്ന് ഇവൻ കൂടെ എന്നെ തിട്ടി വിട്ടിട്ടേ. എന്നതാടി മേരിക്കുഞ്ഞായി ഈ കൊച്ചി പറയുന്നത്? നിറഞ്ഞു തോന്നുന്ന കണ്ണുകൾ തുടച്ച് വിതുമ്പിക്കൊണ്ടുവരുന്ന എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരയുന്ന പാറുവിനെ ഔസേപ്പ് വായും പൊളിച്ച് നോക്കി. ആവോ എനിക്കൊന്നും തിരിഞ്ഞില്ല. മേരിക്കുഞ്ഞിയും ഭർത്താവിനെ നോക്കി കൈമലർത്തി. എന്നതായാലും കാര്യമായിട്ടെന്തോ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഈ കരയണത്? തിരുമണം എന്നൊക്കെ പറയണ കേട്ടല്ലോ. ഇനി വല്ലോടത്തും വീണ് ഉളിക്കോ ഈശ്വര. എന്തായാലും ആ തിരുമുകാരനോട് നാളെ വരാൻ പറയാം. വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ പറഞ്ഞ ഔസേപ്പ് തിരിഞ്ഞു. ഓഹ് എന്റെ പൊന്ന അപ്പച്ച, ഇതൊന്നല്ല. ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്ക് ചെറുപ്പത്തിലെ മരിച്ചുകൊണ്ട് അതിന്റെ മാമനും ഭാര്യയും അമ്മമ്മയാ അതിനെ വളർത്തി വലുതാക്കിയത്. മാമന്റെ മോനം കണ്ടായിട്ട് അതിന്റെ കല്യാണം ഉറപ്പിച്ച സമയത്താ ഈ കഴിവേറി ഇവിടെയും ബുക്കിങ് പോന്ന്. അതോടെ ഇതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാ ആ കൊച്ചു പറഞ്ഞ്. അകത്തേക്ക് കയറി വന്ന റോസമ്മയെ കണ്ട് എല്ലാവരെയും കണ്ണുകൾ വിടർന്നിരുന്നു. ഔസേപ്പിന്റെയും മേരിക്കുട്ടിയുടെയും രണ്ടാമത്തെ സന്തതി ജേക്കബിന്റെ അനിയത്തി, അലക്സിന്റെയും മെയ്തന്റെയും പുന്നാര റോസമ്മച്ചി, ഭർത്താവ് വർഗീസ്, ഒറ്റമോൾ ആൻമരിയ വർഗീസ്. റോസമ്മച്ചി ഇതപ്പോ ഒന്നു. ഞാൻ ഈ കൊച്ചി കരഞ്ഞു തുടങ്ങിയപ്പോ എത്തിയടാ അലക്സ് കുട്ടി. സാറിയുടെ അടുത്തിരുന്ന് കണ്ണുടക്കുന്ന പാറുവിനെ നോക്കി അവർ പറഞ്ഞു. വർഗീസ് വന്നില്ലേടി? വലിയമ്മച്ചി റോസമ്മയുടെ നേരെ തിരിഞ്ഞു. തോട്ടത്തിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടാക്കിയപ്പോ അങ്ങോട്ട് പോയേച്ചുള്ളൂ അമ്മച്ചി. രാത്രി ആകുമ്പോഴേക്കും വരും. അതും പറഞ്ഞ് അവർ നേരെ നോക്കി തന്നെ നോക്കി ഇളിച്ചു നിൽക്കുന്ന ഇതിന്റെ നേർക്കാണ്. തോന്നിയാസം കാണിച്ചിരുന്ന് വിളിക്കുന്നോടാ കഴിവേറി. മോന്നിക്കിട്ടൊന്ന് പൊട്ടിക്കാൻ വേണ്ടേ ഈ തെമ്മാടിയുടെ. എന്നാലും നിന്റെ കല്യാണം ഇങ്ങനെ വേണല്ലേടാ, ഞങ്ങൾക്കൊക്കെ അറിയാം. പറയില് റോസമ്മാവിന്റെ ചെവി പിടിച്ച് തിരുമ്മിയത്. ഔ എന്റെ റോസമ്മച്ചി, എല്ലാം പെട്ടെന്നായി പോയതുകൊണ്ട് അറിയിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലെന്നേ. ഒന്ന് ക്ഷമി. തലകുടഞ്ഞ് അവരുടെ കൈ വിടുവിച്ച് അവൻ അവരെ വട്ടം കെട്ടിപ്പിടിച്ചേ. വീട്ടിലാ തെമ്മാടി, ആദ്യം ഞാൻ ആ കൊച്ചിനോടും സംസാരിക്കട്ടെ. അതും പറഞ്ഞ് അവന്റെ കൈയും തട്ടി മാറ്റി അവർ പാറുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇങ്ങനെ ദണ്ണപ്പെടാതെ മോളെ, നിനക്ക് കർത്താവ് വിധിച്ച ഈ കഴിവേറിയായി പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും കഴിഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. അതന്നെ മോളുടെ വീട്ടുകാരോട് നമുക്ക് സംസാരിച്ച് ശരിയാക്കാൻ നോക്കാം. കൊച്ചിങ്ങനെ കരയാതെ പോയി ആ വേഷമൊക്കെ മാറ്റി വല്ലതും കഴിക്ക്. സാറക്കുട്ടി, നീ അതിനെ കൊച്ചുവിന്റെ റൂമിലേക്ക് ആക്കിയേക്ക്. ഞാൻ ഇവനോട് റൂമിൽ പോകാമാട്ടെ. വല്യമ്മച്ചി പറഞ്ഞു നിർത്തിയില്ല. അത്ര നേരം മോയിക്കൊണ്ടിരുന്നവൾ ചീറിക്കൊണ്ട് ചാടി എഴുന്നേറ്റതും എഴുതാനവളെ കണ്ണു ചുരുക്കി നോക്കി. സാറ മോളെ, നീ കൊച്ചിന് മിയമോളുടെ റൂം കാണിച്ചു കൊടുക്ക്. എന്നതായാലും കെട്ട് കഴിഞ്ഞിട്ട് മതി കൊച്ചിനെ അവന്റെ റൂമിലാക്കുന്നത്. വല്യപ്പച്ചൻ എഴുതനെ നോക്കി ഒന്ന് കുത്തി പറഞ്ഞു. ആദ്യം ഇത് ഞാൻ പറഞ്ഞ ശരിയാ. വല്യമ്മച്ചി അത് ഏറ്റുപിടിച്ചു. ഞങ്ങള് കെട്ട് കഴിഞ്ഞതാ. എഴുതൻ ചുണ്ടുകുറിപ്പിച്ച് പറഞ്ഞെങ്കിലും ആരും മൈൻഡ് പോലും ചെയ്തില്ല. ഒപ്പം വല്യപ്പച്ചന്റെ കളിയാക്കലും
കള്ളക്കിളവൻ. അവൻ ചുണ്ടുകൾക്കിടയിലിട്ട് പിറുവിറുത്തു. പോടാ. അത് മനസ്സിലായ പോലെ അവനെ നോക്കി പൂച്ചിച്ച് വല്യപ്പച്ചൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി.